നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബ്രസീലിയൻ ക്ലബ്ബുകളുടെ അപരാജിത കുതിപ്പ് തുടരുകയാണ്. ഇന്നലെ ബൂട്ടഫാഗോ വിജയിച്ചിരുന്നല്ലോ. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഫ്ലമിംഗോ ES ട്യൂണീസിനെതിരെ വിജയിച്ചിരിക്കുന്നു. ഏകപക്ഷീയമായ 2 ഗോളിൻ്റെ വിജയമാണ്. ഇപ്പോൾ 3 ബ്രസീൽ ക്ലബ്ബുകളാണ് ഇതുവരെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. അതിൽ പാൽമെറാസ് FC പോർട്ടോയോട് വലിയ രൂപത്തിൽ ആധിപത്യം പുലർത്തി. പക്ഷേ സമനിലയിലായിരുന്നു മത്സരം അവസാനിച്ചത്. ഗോൾ രഹിത സമനില. ബൂട്ടഫാഗോ MLS ക്ലബ്ബായിട്ടുള്ള സിയാറ്റിൽ സൗണ്ടേഴ്സിനെ 2-1 തോൽപ്പിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ ഫ്ലമിംഗോ മൊറോക്കൻ ക്ലബ്ബായിട്ടുള്ള ES ട്യൂണീസുമായിട്ട് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് വിജയിച്ചിരിക്കുന്നു. ബ്രസീലിയൻ ക്ലബിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് പെഡ്രോയും അറൗഹോയും DRSKയും ഗേഴ്സണുമൊക്കെ ഒരുമിച്ച് കളിക്കളത്തിലുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് അരസ്കേറ്റയും അതുപോലെ അറൗഹോയും ജോർഗേഞ്ഞോയും ഒക്കെ പുറത്തേക്കെടുത്തത്. കളിയുടെ 17-ാമത്തെ മിനിറ്റിൽ DRSKയിലൂടെ ഫ്ലെമിംഗോ ലീഡെടുത്തു. 70-ാമത്തെ മിനിറ്റിൽ അറൗഹോയുടെ ഗോൾ കൂടി പിറന്നതോടെ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയമാണ് അവർ സ്വന്തമാക്കിയത്. ഏതായാലും ഇതൊരു മികച്ച തുടക്കമാണ് ഗ്രൂപ്പ് ഡിയിൽ ഫ്ലെമിംഗോക്ക് നൽകിയിരിക്കുന്നത്. ഇനി ബ്രസീലിയൻ ക്ലബ്ബ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എതിരാളികളായിട്ട് വരുന്നത് ബൊറൂസിയ ഡോട്ട്മുണ്ടാണ്. ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലുമിനൻസ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 ബൊറൂസിയ ഡോട്ട്മുണ്ടുമായിട്ട് ഏറ്റുമുട്ടുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.